ഞങ്ങളുടെ കോളേജിൽ ഓണപരിപാടിക്ക് ഞാനായിരുന്നു ക്യാഷ്യർ. അപ്പൊ അവന്മാരൊക്കെ ഇപ്പൊ പറയുന്നു ഞാൻ പൈസ മുക്കിയെന്ന്. കുറച്ച് മുക്കിയിട്ടുണ്ട്. എന്നാ പരിപാടിയാണ്? എടാ പിള്ളേരൊക്കെ ഇടുന്ന പൈസ ഇങ്ങനെ മുക്കുന്ന ശരിയല്ല അഭിനയ കേട്ടോ. തുപ്പടാ മന്തി ഇന്നലെ കഴിച്ച മന്തി തുപ്പടാ. അതായിരുന്നു പിന്നെ അല്ല ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ മുക്കുന്നതിന് തെറ്റില്ല. ബാക്കി പറ. കുറെ ആരോപണങ്ങൾ എനിക്കെതിരെ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. മാധ്യമങ്ങളൊക്കെ എടാ അങ്ങനെ മറുപടി ഒന്നും കൊടുക്കാൻ പോകരുത്. നീ നാളെ ഒന്നും മിണ്ടാതെ ഉരിയാടാതെ പോയി ഒരു രാജ്യം അങ്ങ് വെച്ചേക്കണം. എടാ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന അങ്ങനെ പല കാര്യം പറയും. നമ്മളതൊന്നും കേൾക്കാൻ പാടില്ല. നമുക്കിങ്ങനെ ചില്ല് ചെയ്ത് നടന്നാ പോരെ. അതല്ലേ അതിന്റെ ഒരു ഇത്. നാളത്തെ ജിമ്മിൽ പോയി. എന്തിന് ഡംബിൾസ് തലയിലോട്ട് ഇല്ല? എന്നാ പിന്നെ ഓടാൻ പോയല്ലോ. എടാ എന്നിട്ട് വേണം വല്ല പട്ടി കടിക്കാൻ ഓടിച്ചിട്ട്. എന്നാ വീട്ടിൽ കിടന്ന് ഉറങ്ങാല്ലേ. പിന്നെ ഫാൻ തല വീഴാൻ നോക്കണം. എടാ അതൊക്കെ നീ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു കയറ്റിയ എയർ ബാഗൊക്കെ പുറത്ത് വന്ന് വൻ വിഷയമാകും. അത് വേണ്ട, ഒന്നും വേണ്ട. നിനക്ക് ഞാൻ നല്ല എയർ ബാഗ് ഒന്നുമില്ല, നല്ല ഫ്രഷ് വേണ്ടി സെറ്റ് ചെയ്ത് തരാം. ഓക്കെ. കൊച്ചിനെ നീ എവിടെ പോവാ? എടാ ഇന്നലെ കണ്ട നിന്നെ നോക്കി അവള് ചിരിച്ചെങ്കി അവള് ശരിയല്ലേ? അവള് പോട്ടെ. നിനക്ക് ഞാനുണ്ട്. എടാ അതല്ല, ജസ്റ്റ് സ്നേഹം. എടാ നവീനെ, നമ്മൾ അപ്ലൈ ചെയ്ത ജോലിയില്ലേ, നാളെ ഇന്റർവ്യൂ പോണ്ടേ എറണാകുളത്ത്. നമുക്ക് ഇന്നെ ഇന്റർവ്യൂവിനൊക്കെ പോയാൽ അവര് ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസിനും നീ മറുപടി കൊടുക്കേണ്ടി വരും. അല്ലാതെ ഇവൻ പറയുന്ന പോലെയൊന്നുമല്ല. ഇവന് നിന്നെ തല്ലി, നാളെ അവൻ നിന്നെ കൊല്ലും. നീ സൂക്ഷിച്ചോടാ. എടാ മോനെ, സൈക്കിളൊക്കെ സൂക്ഷിച്ചു പോകട്ടോ, വീഴാൻ ചാൻസ് ഉണ്ട്. ഇവിടെ പട്ടി